നമസ്കാരം. ഈ വീഡിയോയിൽ നമ്മൾ ചാപ്റ്റർ 1 ആണ് നോക്കുന്നത്. പ്രിലിമിനറി ചാപ്റ്റർ. നമ്മളിപ്പോൾ മാരത്തോൺ ക്രാഷ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. യൂട്യൂബ് ചാനൽ റെഗുലറായിട്ട് വാച്ച് ചെയ്യുന്നവർക്കറിയാം. ഓൾറെഡി തന്നെ ഡെപ്പോസിറ്റ്സ്, ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട്സ്, രജിസ്ട്രേഷൻ ഓഫ് ചാർജ്, ഇത്തരം വീഡിയോസ് നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അതിൽ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട്സ് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് സന്തോഷം. ഇതുപോലെ നമ്മൾ ഓരോ ചാപ്റ്റേഴ്സും നമ്മൾ മാരത്തോൺ ക്രാഷ് ആയിട്ട് എക്സാമിന് തീർച്ചയായിട്ടും ഉപയോഗപ്പെടുന്ന രീതിയിലും സിലബസ് വളരെ നല്ല ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനും പഠിക്കാനും പറ്റും. ഇത് സ്റ്റഡി മെറ്റീരിയലോ പ്രൈവറ്റ് സ്റ്റഡി മെറ്റീരിയലോ അല്ലെങ്കിൽ നോട്ട്ബുക്സോ വെച്ച് നിങ്ങൾക്ക് സുഖമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാവുന്നതാണ്. ഇന്നത്തെ ഈ ചാപ്റ്റർ നമ്മൾ നോക്കാൻ പോകുന്നത് പ്രിലിമിനറി ചാപ്റ്ററാണ്. സിഎൻഡറിൻ്റെ കോർപ്പറേറ്റ് ആൻഡ് അതർ ലോസിൻ്റെ മാരത്തോൺ സീരീസിലെ അടുത്ത ചാപ്റ്റർ ഇന്നെടുക്കുന്നത് പ്രിലിമിനറി ചാപ്റ്ററാണ്. ഈ ചാപ്റ്റർ കമ്പനീസ് ആക്ടിൻ്റെ ആപ്ലിക്കബിലിറ്റിയും ഡെഫിനിഷൻസും ഡീൽ ചെയ്യുന്നതാണ്. പൊതുവേ കുട്ടികൾ അധികം പഠിക്കാൻ താല്പര്യം കാണിക്കാത്തൊരു ചാപ്റ്ററാണ്. കാരണം സ്റ്റഡി മെറ്റീരിയൽ കിട്ടുമ്പോൾ ആദ്യം തുറന്നു നോക്കുന്ന ചാപ്റ്ററാണ്. പൊതുവേ നമ്മൾ പറയാറുണ്ട് ഡെഫിനിഷനൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പൊതുവെ തോന്നാറുണ്ട്. പക്ഷേ സബ്ജക്റ്റ് മനസ്സിലാക്കാനും ബേസിക്സ് തറവാവാനും എസ്പെഷ്യലി ഇൻ്റർമീഡിയറ്റ് ലെവലിൽ CA കുട്ടികൾ നോക്കിയിരിക്കേണ്ട ഒരു ചാപ്റ്ററാണ് പ്രിലിമിനറി ചാപ്റ്റർ. ആദ്യം ഇതിൻ്റെ ആപ്ലിക്കബിലിറ്റി നോക്കാം. കമ്പനീസ് ആക്ട് നിങ്ങൾക്കറിയാം, സെൻട്രൽ ഗവൺമെൻറ് ഉണ്ടാക്കിയിരിക്കുന്ന ആക്ടാണ്. ഇറ്റ്സ് എ യൂണിയൻ ലെജിസ്ലേച്ചർ. സ്റ്റേറ്റിന് വേറെ കമ്പനീസ് ആക്ട് ഇല്ല. സെൻട്രൽ ഗവൺമെൻറ്റിന് അഥവാ ഇന്ത്യക്ക് തന്നെ ഒറ്റ കമ്പനീസ് ആക്റ്റേ ഉള്ളൂ. അത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പാരന്റ് ആക്ടായ കമ്പനീസ് ആക്ട് 2013 ആണ്. നേരത്തെ കമ്പനീസ് ആക്ട് 1956 ആയിരുന്നു. അതിനെ റിപ്പീൽ ചെയ്തുകൊണ്ടാണ് ഇപ്പോഴത്തെ പുതിയ നിയമം 2013 നിയമം ഉള്ളത്. ഇത് എവിടെയാണ് ആപ്ലിക്കബിൾ, അല്ല ആർക്കാണ് ആപ്ലിക്കബിൾ? ബേസിക്കലി ദിസ് ആക്ട്, കമ്പനീസ് ആക്ട്, ഈസ് ആപ്ലിക്കബിൾ ടു ഓൾ കമ്പനീസ് ഇൻ ഇന്ത്യ. ഏത് ടൈപ്പ് ഓഫ് കമ്പനി ആയിക്കോട്ടെ, OPC ആയിക്കോട്ടെ, അതായത് 1 person കമ്പനി ആയിക്കോട്ടെ, സ്മോൾ കമ്പനി ആയിക്കോട്ടെ, പ്രൈവറ്റ് കമ്പനി ആയിക്കോട്ടെ, പ്രൈവറ്റ് ലിസ്റ്റഡ് കമ്പനി, ഗവൺമെൻറ് കമ്പനി, എല്ലാ ടൈപ്പ് ഓഫ് കമ്പനീസിനും നമ്മുടെ കമ്പനീസ് ആക്ട് 2013 ആപ്ലിക്കബിൾ ആണ്, ഇന്ത്യയിലെ എല്ലാ കമ്പനീസും. സോ ഇറ്റ് എക്സ്റ്റെൻസ് ടു, സോ കമ്പനീസ് ആക്ട് 2013 എക്സ്റ്റെൻസ് ടു ഹോൾ ഓഫ് ഇന്ത്യ. നൗ ഇതിൻ്റെ അകത്ത് ടൈപ്സ് പറയുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കൺസ്ട്രക്ഷൻ ഈ എക്സാമ്പിളിലാണ് അത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് കമ്പനീസ് ഇൻകോർപ്പറേറ്റഡ് അണ്ടർ ദിസ് ആക്ട് ഓർ എനി അതർ പ്രീവിയസ് ലോ. കമ്പനീസ് ആക്ട് 2013 രജിസ്റ്റർ ചെയ്തുള്ള എല്ലാ കമ്പനികൾക്കും, അതുപോലെ തന്നെ ഈ ആക്ട് വരുന്നതിന് മുമ്പുള്ള ഏതെങ്കിലും പ്രീവിയസ് കമ്പനീസ് ആക്ട്, അതായത് 1956 ആവാം, അല്ലെങ്കിൽ മുമ്പുള്ള ആക്ട് ആവാം, അതിനും അത്തരം കമ്പനികൾക്കും നമ്മുടെ കമ്പനീസ് ആക്ട് ബാധകമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഇന്ത്യയിൽ കമ്പനി ഒരു കമ്പനി ലോ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ കമ്പനീസ് ആക്ട്, നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കമ്പനീസ് ആക്ട് ഇപ്പോൾ നിലവിലുള്ള കമ്പനികൾക്കും ഇതിനു മുമ്പുള്ള കമ്പനീസ് ആക്ടിൽ രജിസ്റ്റർ ചെയ്ത കമ്പനികൾക്കും ഈക്വലി ബാധകമാണ് ടു ഓൾ കമ്പനീസ് അക്രോസ് ഇന്ത്യ. നൗ ഇതിൻ്റെ അകത്ത് ഒരു 1-2 കാര്യങ്ങൾ നമുക്ക് നോക്കാനുള്ളത്. അത് ഒരു എക്സാമ്പിൾ ഫോർമാറ്റിലാണ് ഇട്ടിരിക്കുന്നത്, അത് നോക്കണം. അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇൻഷുറൻസ് കമ്പനിയെ സംബന്ധിച്ചോളം എങ്ങനെയാണ്? അപ്പോൾ ഈ ഇൻഷുറൻസ് കമ്പനിയെ സംബന്ധിച്ചോളം ഇൻഷുറൻസ് കമ്പനിക്ക് പ്രത്യേകമായിട്ടുള്ള നിയമമുണ്ട്. ഫോർ എക്സാമ്പിൾ LIC, അതുപോലെ തന്നെ മറ്റുള്ള ഇൻഷുറൻസ് കമ്പനികൾക്ക് അവരെ റെഗുലേറ്റ് ചെയ്യുന്ന പ്രത്യേക നിയമങ്ങളുണ്ടെങ്കിൽ ആ നിയമവും അത്തരം കമ്പനികൾ കംപ്ലൈ ചെയ്യണം. അപ്പോൾ ഇന്ത്യയിൽ ഇൻഷുറൻസിൽ റെഗുലേറ്റ് ചെയ്യുന്ന 2 മെയിൻ നിയമമാണ് കുട്ടികളെ. ഇൻഷുറൻസ് ആക്ട് 1938 അതുപോലെ തന്നെ IRD ആക്ട്, ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി ആക്ട് 1992. അപ്പോൾ ഇൻഷുറൻസ് കമ്പനികൾക്കും നമ്മളെ കമ്പനീസ് ആക്ട് ബാധകമാണ്. പക്ഷേ എക്സെപ്റ്റ് ഇൻ സോ ഫാർ as the said provisions are inconsistent with, അതായത് ഇൻഷുറൻസ് ആക്ടും അവർക്ക് ബാധകമാണ്, IRD ആക്ടും ഇൻഷുറൻസ് കമ്പനികൾക്ക് ബാധകമാണ്, കമ്പനീസ് ആക്ട് ബാധകമാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കമ്പനീസ് ആക്ട് ഒരു ജനറൽ ലോ ആണ്, മറ്റേതൊക്കെ സ്പെസിഫിക് ലോ. അപ്പോൾ ആ ഇൻഷുറൻസ് കമ്പനികൾ അവരുടെ നിയമമായ ഇൻഷുറൻസ് ആക്ടും IRD ആക്ടും കംപ്ലൈ ചെയ്യണം, അവർ പാലിച്ചു പോകണം. എന്നാൽ കമ്പനീസ് ആക്ടും അവർക്ക് ബാധകമാണ്. പക്ഷേ ഇത് തമ്മിലൊരു കോൺട്രഡിക്ഷൻ ഉണ്ടായാൽ, ഈ 2 നിയമവും തമ്മിലൊരു കോൺട്രഡിക്ഷൻ ഉണ്ടായാൽ അവരെ നിയമമായ സ്പെഷ്യൽ ലോയ ഇൻഷുറൻസ് ആക്ടും IRD ആക്ടുമായിരിക്കും ബാധിക്കേണ്ടത്. അത് പറയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ആണ് എക്സെപ്റ്റ് ഇൻ സോ ഫാർ as the said provisions are inconsistent with. അപ്പോൾ ഇൻഷുറൻസ് ആക്ടുമായിട്ട് എന്തെങ്കിലും കോൺട്രഡിക്ഷൻ ഉള്ള പ്രൊവിഷൻ ആണെന്നുണ്ടെങ്കിൽ കമ്പനീസ് ആക്ട് അവിടെ ബാധകമാവത്തില്ല, അതിന് പകരം ഇൻഷുറൻസ് ആക്ട് ബാധകമാവും. അപ്പോൾ in nutshell, for insurance companies also, our Companies Act is applicable
എക്സെപ്റ്റ് ദോസ് ഏരിയാസ് വിച്ച് ആർ ഇൻ കോൺട്രി വിത്ത് ദെയർ ലോ, ലൈക്ക് ഇൻഷുറൻസ് ലോ. ആ സ്ഥലങ്ങളിൽ ഇൻഷുറൻസ് ആക്ട് ആയിരിക്കും കൂടുതലും ബാധിക്കുന്നത്. കമ്പനീസ് ആക്ട് ആ ഏരിയകളിൽ ബാധകം ആവത്തില്ല. കുറച്ചുകൂടി സിമ്പിളായിട്ട് പറഞ്ഞാൽ 2 ആക്ടും അവർ കംപ്ലൈ ചെയ്യണം. അതുപോലെ തന്നെ കുട്ടികളെ ബാങ്കിങ് റെഗുലേഷൻ ആക്ടിനെ സംബന്ധിച്ചുള്ളൂ. ബാങ്ക് പറയാമല്ലോ, അവർക്ക് അവരുടേതായിട്ടുള്ള നിയമമുണ്ട്. ബാങ്കിങ് ലോസിനും അവരുടേതായിട്ടുള്ള നിയമമുണ്ട്. അപ്പോൾ അവരെ കേസിൽ മുതൽ എക്സെപ്റ്റ് ഇൻ സോ ഫാർ എസ് സെറ്റ് പ്രൊവിഷൻ കൺസിഡർ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാങ്കിങ് കമ്പനിയെ സംബന്ധിച്ചോളം ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1914 അവർ കംപ്ലൈ ചെയ്യണം. കമ്പനീസ് ആക്ടും കംപ്ലൈ ചെയ്യണം. കാരണം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ HDFC ബാങ്ക് എന്ന് പറയുന്നത് ഒരു കമ്പനിയാണ്, കമ്പനീസ് ആക്ടിൽ കീഴിൽ രജിസ്റ്റർ ചെയ്ത. അപ്പോൾ കമ്പനീസ് ആക്ട് കംപ്ലൈ ചെയ്യണം. പക്ഷെ ചില ഏരിയകളിൽ അവരുടെ നിയമമായ ബാങ്കിങ് റെഗുലേഷൻ ആക്ടും നമ്മളെ കമ്പനീസ് ആക്ട് ഒരു കോൺട്രഡിക്ഷൻ ഉണ്ടായിപ്പോയാൽ ആ ഏരിയകളിൽ അവരുടെ നിയമമായ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ആയിരിക്കും അവർ കംപ്ലൈ ചെയ്യേണ്ടത്. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? സോ ബോത്ത് ലോസ് ആർ ആപ്ലിക്കബിൾ ടു ദം, ബട്ട് ഇൻ സർട്ടൻ ഏരിയ if there is a contradiction between Companies Act and their law, then their law has to be complied with that company. Because എന്താ കാര്യം, ആ their law എന്ന് ഉദ്ദേശിച്ചതോ ബാങ്കിങ് റെഗുലേഷൻ, ഇൻഷുറൻസ് ആക്ട്, അതൊക്കെ സ്പെഷ്യൽ ലോ. നമ്മളെ കമ്പനീസ് ആക്ട് ജനറൽ ലോ. അപ്പോൾ ഈ ജനറൽ ലോയും സ്പെഷ്യൽ ലോയും തമ്മിൽ എവിടെയെങ്കിലും കോൺട്രഡിക്ഷൻ ഉണ്ടായാൽ ആ ഏരിയകളിൽ എപ്പോഴും സ്പെഷ്യൽ ലോ ആയിരിക്കും എന്ത് ചെയ്യേണ്ടത്, നമ്മൾ കംപ്ലൈൻറ്റ് ചെയ്യേണ്ടത്. ഓക്കെ. ഇതുപോലെ കുട്ടികളെ ഇലക്ട്രിസിറ്റി സപ്ലൈ കമ്പനികൾക്കും ഒരു പ്രശ്നമുണ്ട്. കാരണം ഇലക്ട്രിസിറ്റിക്ക് സപ്ലൈ കമ്പനികൾക്കും അവരുടെ ആയിട്ടുള്ള ഒരു ആക്ട് ഉണ്ട്. അതാണ് ഇലക്ട്രിസിറ്റി ആക്ട് 2003. അപ്പോൾ അതും അങ്ങനെ. അടുത്തതുപോലെ തന്നെ സ്പെഷ്യൽ ആക്ട് പ്രകാരം ഉണ്ടാക്കിയിരിക്കുന്ന കമ്പനി, ഒരു നല്ലൊരു ഉദാഹരണം പറഞ്ഞാൽ SBI, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1955 എന്നൊരു നിയമമുണ്ട്. ആ നിയമം വഴിയാണ് അവരെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ആ നിയമം കംപ്ലൈ ചെയ്യേണ്ടി വരും. കമ്പനി ലോയും അവർക്ക് കംപ്ലൈ ചെയ്യാം. പക്ഷേ കോൺട്രഡിക്ഷൻ ഉണ്ടായാൽ അവരുടെ നിയമം ആ ഏരിയകളിൽ കംപ്ലൈ ചെയ്യണം. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അത് പിന്നെ അതുപോലെ തന്നെ സ്റ്റാറ്റ്യൂട്ടറി ബോഡി. അപ്പോൾ ഇതൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. എക്സാമിൽ പണ്ടൊക്കെ ചോദിക്കുന്നൊരു ചോദ്യമാണ്. അപ്പോൾ കമ്പനീസ് ആക്ട് എല്ലാ കമ്പനികൾക്ക് ബാധകമാണ്. പക്ഷേ സ്പെഷ്യൽ കമ്പനികളായ ഇൻഷുറൻസ് കമ്പനി, ബാങ്കിങ് കമ്പനി, ഇലക്ട്രിസിറ്റി സപ്ലൈ കമ്പനി, അതുപോലെ തന്നെ സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻസിനെ സംബന്ധിച്ചോളം ദേ ഹാവ് ടു കംപ്ലൈ ദെയർ ഓൺ ലെജിസ്ലേഷൻസ് ആൻഡ് ഓൾസോ കമ്പനി ലോ. But if there is a contradiction in an area, then their legislation will override the Companies Act. Clear ayalo? So this is the applicability of Companies Act dealt in section 1. ഒരു ചോദ്യമൊക്കെ പണ്ട് ചോദിക്കുന്നൊരു ഏരിയ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഈ പേപ്പർ ഈ ചാപ്റ്റർ നമ്മൾ ഇറലവൻ്റ് ആണെന്നൊക്കെ പറഞ്ഞ് പോയെങ്കിലും ലോ മനസ്സിലാക്കാനായിട്ട്, ബേസിക്സ് മനസ്സിലാക്കാനായിട്ട് എല്ലാ കുട്ടികളും ഈ ചാപ്റ്ററും കൂടെ ഒന്ന് നോക്കി പോകുന്നതല്ല. ഓക്കെ. അപ്പോൾ എക്സാമ്പിൾ പറയുന്നത് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, ഇങ്ങനെയൊക്കെ ഇത് സ്ഥാപനങ്ങളെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇനി ഈ ചാപ്റ്ററിലെ മറ്റുള്ള ഏരിയയിൽ ഏറ്റവും കൂടുതൽ സ്ഥലം അല്ലെങ്കിൽ ഏരിയ ചിലവാക്കിയിരിക്കുന്നത് ഡെഫിനിഷൻസിലാണ്. ഒരുപാട് കുട്ടികളെ ചോദിക്കാറുണ്ട്, സാർ ഈ ഡെഫിനിഷൻ പൊതുവെ ഈ ആദ്യമായിട്ടൊക്കെ പിള്ളേർ ബുക്ക് തുറന്ന് നോക്കുമ്പോൾ കാണുന്ന ചാപ്റ്റർ ഇതായിരിക്കും അല്ലേ. അപ്പോൾ ഞാൻ പറയും സെലക്ട് ചെയ്ത് പഠിക്കും, വിടരുത്. അപ്പോൾ എല്ലാ ഡെഫിനിഷനും പഠിക്കുന്നത് നമുക്ക് ഒരു ഫീസിബിൾ ആയിട്ടുള്ള കാര്യമല്ല, ഓർമ്മ ഇരിക്കത്തുമില്ല. അപ്പോൾ നമ്മൾ എന്തായാലും ഡിഫൈൻ എന്ന് പറഞ്ഞൊരു ചോദ്യം ഇൻ്റർമീഡിയറ്റ് ലെവലിൽ ചോദിക്കത്തില്ല, നമ്മൾ പ്രൊഫഷണൽ കോഴ്സാണല്ലോ. എങ്കിലും ചില ടേംസ് വന്നിട്ട് നമ്മൾ തറവായിരിക്കണം. സാറിന് പൊതുവെ അടുത്ത ചാപ്റ്ററിൽ വരാത്ത ഡെഫിനിഷൻസ് നോക്കാം. കാരണം ചില ഡെഫിനിഷൻസ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ചാപ്റ്റേഴ്സിൽ ലെസൺസിൽ വരുന്നതാണ്. അപ്പോൾ നമുക്ക് അതാത് ചാപ്റ്ററിൽ നോക്കാം. എന്നാൽ അവിടെ വരാത്ത ജനറലായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഡെഫിനിഷൻസാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ അബ്രിഡ്ജ് പ്രോസ്പെക്ടസ് നമ്മൾ പ്രത്യേകം പഠിക്കും. പ്രോസ്പെക്ടസ് ആൻഡ് അലോട്ട്മെന്റ് സെക്യൂരിറ്റി പഠിക്കും. ഓക്കെ. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡൊക്കെ നിങ്ങൾ അക്കൗണ്ട്സിൽ നോക്കും. ഇവിടെ നമുക്ക് ആവശ്യമില്ല. നമുക്ക് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, നമ്മൾ ആർട്ടിക്കിൾസ് മെമ്മറാണ്ടവും ഒക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ഏരിയയാണ് ഈ അസോസിയേറ്റ് കമ്പനി. ഇത് നമുക്ക് പറയാനുണ്ട് എങ്കിൽ പോലും ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്ന ആദ്യത്തെ ഡെഫിനിഷൻ 2 Clause 6 ആണ് കുട്ടികളെ, അസോസിയേറ്റ് കമ്പനി. എന്താണ് ഈ അസോസിയേറ്റ് കമ്പനി? നമ്മൾ പണ്ട് ഈ സഹോദര സ്ഥാപനങ്ങൾ എന്നൊക്കെ പറയാറുണ്ട് അല്ലേ, സഹോദര സ്ഥാപനം, അവർ സിസ്റ്റർ കൺസേൺ. ഇതിനെയാണ് കമ്പനീസ് ആക്ടിൽ അസോസിയേറ്റ് കമ്പനി എന്ന് പറയുന്നത്. എന്താണ് അസോസിയേറ്റ് കമ്പനി? ഒരു കമ്പനി മറ്റൊരു കമ്പനിയിൽ സിഗ്നിഫിക്കൻ്റ് ഇൻഫ്ലുവൻസ് ചെലുത്തുന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ കമ്പനി ആദ്യത്തെ കമ്പനിയുടെ അസോസിയേറ്റ് കമ്പനിയായി മാറും. നമുക്കൊരു ഉദാഹരണം എടുക്കാം. എ ലിമിറ്റഡും ബി ലിമിറ്റഡ് എന്ന് 2 കമ്പനി ഉണ്ടെന്ന് വയ്ക്കുക. എ ലിമിറ്റഡിന് ബി ലിമിറ്റഡിൽ സിഗ്നിഫിക്കൻ്റ് ഇൻഫ്ലുവൻസ് ചെലുത്താൻ പറ്റുമെങ്കിൽ ബി ലിമിറ്റഡ് നമ്മളെ കമ്പനിയുടെ എ ലിമിറ്റഡിന് എന്താവും അസോസിയേറ്റ് ആയി മാറും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാറേ എന്താണ് ഈ സിഗ്നിഫിക്കൻ്റ് ഇൻഫ്ലുവൻസ്? സിഗ്നിഫിക്കൻ്റ് ഇൻഫ്ലുവൻസ് എന്താണെന്ന് താഴെ എക്സ്പ്ലനേഷനിൽ പറയുന്നുണ്ട്.
എന്താണ് സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസ്? രണ്ടാമത്തെ കമ്പനിയിൽ 20% മുകളിൽ വോട്ടിംഗ് പവർ എക്സസൈസ് ചെയ്യാൻ പറ്റിയാൽ, അതായത് രണ്ടാമത്തെ കമ്പനിയിൽ ഒരു ജനറൽ ബോഡി മീറ്റിംഗ് വിളിക്കുമ്പോൾ ഏജിമോ ഈജിമോ വിളിക്കുമ്പോൾ 20% മുകളിൽ വോട്ടിംഗ് റൈറ്റ്സ് എ കമ്പനിക്ക് ഉണ്ടെങ്കിൽ ബി കമ്പനി എന്തായി മാറും? അസോസിയേറ്റ് ആയി മാറും. അതുപോലെ ഈ ജോയിന്റ് വെഞ്ചേഴ്സ് കമ്പനി, JV എന്ന് പറയും, കമ്പനിയിലുള്ള അംഗങ്ങൾ, അതായത് എയും ബിയും സിയും ചേർന്നുണ്ടാക്കിയ ഒരു ജോയിന്റ് വെഞ്ചർ കമ്പനിയാണെങ്കിൽ എക്ക് ബി വന്നിട്ട് എന്താണ്, അതായത് എയും ബിയും സിയും ചേർന്ന് ABC ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു ജോയിന്റ് വെഞ്ചർ കമ്പനി ഉണ്ടാക്കിയാൽ എയെ സംബന്ധിച്ചോളം ഈ ABC ലിമിറ്റഡ് വന്നിട്ട് ഒരു അസോസിയേറ്റ് കമ്പനിയാണ്. ബിയെ സംബന്ധിച്ചോളം ABC ലിമിറ്റഡ് അസോസിയേറ്റ് കമ്പനിയാണ്. സിയെ സംബന്ധിച്ചോളം ABC ലിമിറ്റഡ് അസോസിയേറ്റ് കമ്പനിയാണ്. അപ്പോൾ എന്താണ് അസോസിയേറ്റ് കമ്പനി? ഒരു കമ്പനിക്ക് മറ്റൊരു കമ്പനിയിൽ സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസ് ചെലുത്താൻ പറ്റുമെങ്കിൽ രണ്ടാമത്തെ കമ്പനി ആദ്യത്തെ കമ്പനിയുടെ അസോസിയേറ്റ് കമ്പനിയായി മാറും. എന്താണ് സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസ്? രണ്ടാമത്തെ കമ്പനിയുടെ ജനറൽ മീറ്റിംഗിൽ 20%, മറക്കരുത് 20, അറ്റ്ലീസ്റ്റ് ആണ്, മിനിമം 20% എങ്കിലും ഇൻഫ്ലുവൻസ് ചെലുത്തുന്നത് എങ്ങനെയാണ്? രണ്ടാമത്തെ കമ്പനിയിൽ 20% എങ്കിലും വോട്ടിംഗ് റൈറ്റ്സ് എക്സസൈസ് ചെയ്യാൻ പറ്റിയാൽ, കുറച്ചുകൂടി ഇതായിട്ട് പറഞ്ഞാൽ രണ്ടാമത്തെ കമ്പനിയിലെ 20% ഷെയറും ഹോൾഡ് ചെയ്തിരിക്കുന്നത് എ ലിമിറ്റഡ് ആദ്യത്തെ കമ്പനിയാണെങ്കിൽ ആദ്യത്തെ കമ്പനിക്ക് രണ്ടാമത്തെ കമ്പനി അസോസിയേറ്റ് ആയി മാറും. പക്ഷേ സബ്സിഡറി അല്ല. കുട്ടികളെ, സബ്സിഡറി ആവാൻ 51% ഷെയർ ഹോൾഡ് ചെയ്യണം. ഇവിടെ എത്രയേ ഉള്ളൂ? 20 ഉള്ളൂ. 20 ടച്ച് ചെയ്താൽ അസോസിയേറ്റ് ആവും. 21 ആവും, 22, 23, 24 അങ്ങനെ പോകും. 50 വരെയൊക്കെ പോകും. 51 ആവരുത്. കാരണം 51 ആയാൽ രണ്ടാമത്തെ കമ്പനി നമ്മൾ എന്തായി മാറും? സബ്സിഡറി കമ്പനിയായി മാറും. അത് നമ്മൾ പിന്നെ നോക്കും. അപ്പോൾ ഐ റിപ്പീറ്റ് അഗെയിൻ, അസോസിയേറ്റ് കമ്പനി മീൻസ് എ കമ്പനി which have a significant influence in the other company, another company, and the another company is called as associate company of the first company. അപ്പോൾ എന്താണ് സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസ്? 20% വോട്ടിംഗ് റൈറ്റ്സ് രണ്ടാമത്തെ കമ്പനിയിൽ ഹോൾഡ് ചെയ്യുക, പക്ഷേ സബ്സിഡറിയും അല്ല. ഇതിനു പുറമെ ജോയിന്റ് വെഞ്ചർ കമ്പനീസ് ഉണ്ടെങ്കിൽ, ജോയിന്റ് വെഞ്ചറുമായിട്ട് നടത്തുന്ന കമ്പനീസ് ഉണ്ടെങ്കിൽ നമ്മുടെ ജോയിന്റ് വെഞ്ചർ കമ്പനി ഓട്ടോമാറ്റിക്കലി നമ്മുടെ എന്തായി മാറും? നമ്മുടെ അസോസിയേറ്റ് കമ്പനിയായി മാറും. സെക്ഷൻ 2 ക്ലോസ് 6 എക്സ്പ്ലനേഷൻ കേട്ടിട്ട് ഈ സെക്ഷൻ ഒന്നുകൂടി ഒന്ന് വായിക്കുമ്പോൾ നിങ്ങൾ മനസ്സിൽ അത് പതിയും. ഞാൻ വീണ്ടും പറയുന്നു, ഇതെല്ലാം വളരെ ബേസിക് ടേംസ് ആണ്. നമ്മളുടെ ലോ പഠിക്കുന്ന അല്ലെങ്കിൽ ഒരു നമ്മുടെ ഇന്റർമീഡിയറ്റ് ലെവലിൽ കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണെന്നുള്ള കാര്യം മറക്കുക. ഓഡിറ്റിംഗ് സ്റ്റൈൽ നമുക്കിപ്പോൾ ആവശ്യമില്ല. ക്യാപിറ്റലൊക്കെ, ഈ ഓതറൈസ് ക്യാപിറ്റലൊക്കെ നമ്മൾ ക്യാപിറ്റൽ SCD ചാപ്റ്റർ ഉണ്ട്, ഷെയർ ക്യാപിറ്റൽ വെഞ്ചർ ചാപ്റ്ററും പഠിക്കാം. ബുക്ക് ആൻഡ് പേപ്പർ അല്ലെങ്കിൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഇത് പിന്നെ വരും. എങ്കിലും നിങ്ങൾക്ക് ഒരു ഇഷ്ടമുള്ള ഏരിയ ആയതുകൊണ്ട് സാർ ഒന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. ഇത് അക്കൗണ്ട്സ് ചാപ്റ്ററിൽ നമ്മൾ പഠിക്കും. A എന്നൊരു ചാപ്റ്റർ ഉണ്ട്, അക്കൗണ്ട്സ് ഓഡിറ്റ്, അവിടെ പഠിക്കും. എങ്കിലും നിങ്ങൾക്കൊരു ഇഷ്ടം, നിങ്ങളെ CAക്ക് പഠിക്കുമ്പോൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് അല്ലേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് അതിലൊരു ഇഗ്നോറൻസ് വേണ്ട. കുട്ടികളെ, എന്താണ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്? ഇന്ത്യയിലെ കമ്പനീസ് ആക്ട് പ്രകാരം സെക്ഷൻ 2 ക്ലോസ് 13 പ്രകാരം ഒരു കമ്പനിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എന്ന് വെച്ചാൽ, ഒന്ന്, ഓൾ സംസ് ഓഫ് മണി റിസീവ്ഡ് ആൻഡ് എക്സ്പെൻഡഡ് ബൈ ദ കമ്പനി റെക്കോർഡ്സ്. ബേസിക്കലി ബുക്സ് ഓഫ് അക്കൗണ്ട്സ് വെച്ചാൽ റെക്കോർഡ്സ് ആണ്, ഡോക്യുമെന്റ്സ് ആണ്, തെളിവുകളാണ്. സോ ബേസിക്കലി റെക്കോർഡ്സ് ആണ്. ഒന്ന്, എന്ത് ബന്ധപ്പെട്ടതാ? കമ്പനിയുടെ എല്ലാ എക്സ്പെൻസ് ബന്ധപ്പെട്ടതും എല്ലാ റിസീപ്റ്റ്സ് ബന്ധപ്പെട്ടതും. തലകുത്തൽ പറഞ്ഞാൽ എല്ലാ റിസീപ്റ്റ്സ് ബന്ധപ്പെട്ടതും എല്ലാ എക്സ്പെൻസ് ബന്ധപ്പെട്ട റെക്കോർഡ്സ് ആണെങ്കിൽ അത് ബുക്സ് ഓഫ് അക്കൗണ്ട് ആണ്. രണ്ട്, കമ്പനിയുടെ എല്ലാ സെയിൽസും പർച്ചേസും ബന്ധപ്പെട്ടുള്ള റെക്കോർഡ്സ്. മൂന്ന്, കമ്പനിയുടെ എല്ലാ അസറ്റ്സും ലയബിലിറ്റീസും ബന്ധപ്പെട്ടുള്ള റെക്കോർഡ്സ്. നാല്, ഐറ്റംസ് ഓഫ് കോസ്റ്റ്. മാനുഫാക്ചറിങ് കമ്പനി ആണെങ്കിൽ, മാനുഫാക്ചറിങ് സ്ഥാപനമാണെങ്കിൽ കോസ്റ്റിംഗ് റെക്കോർഡ്സ്. എന്താണ് കോസ്റ്റിംഗ് റെക്കോർഡ്സ്? കമ്പനിയുടെ റോ മെറ്റീരിയൽ ബന്ധപ്പെട്ടതും വർക്ക് ഇൻ പ്രോഗ്രസ് ബന്ധപ്പെട്ടതും ലേബർ കോസ്റ്റ്, ഫിക്സഡ് ഓവർ ഹെഡ്സ് ബന്ധപ്പെട്ടതിന്റെ റെക്കോർഡ്സിനെ കൂടി ചേർത്ത് പറയുന്നതാണ് നമ്മൾ കോസ്റ്റിംഗ് റെക്കോർഡ്സ്. അതും വരും. അപ്പോൾ നമ്മൾ എന്താണ് ഇപ്പോൾ പഠിച്ചേ? ബുക്സ് ഓഫ് അക്കൗണ്ട്സ് വെച്ചാൽ എന്താണ്? കമ്പനിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് വെച്ചാൽ റെക്കോർഡുകളാണ്, രേഖകളാണ്. എന്ത് ബന്ധപ്പെട്ട രേഖകളാണ്? ഒന്ന്, കമ്പനിയുടെ എല്ലാ റിസീപ്റ്റ്സും പേയ്മെന്റ്സും ബന്ധപ്പെട്ടത്. രണ്ട്, കമ്പനിയുടെ എല്ലാ സെയിൽസും പർച്ചേസും ബന്ധപ്പെട്ടത്. മൂന്ന്, കമ്പനിയുടെ എല്ലാ അസറ്റ്സും ലയബിലിറ്റീസും ബന്ധപ്പെട്ടത്. നാല്, മാനുഫാക്ചറിങ് സ്ഥാപനമാണെങ്കിൽ അതിന്റെ കോസ്റ്റിംഗ് ബന്ധപ്പെട്ട റെക്കോർഡ്സും കൂടെ ചേർത്ത്, ഈ നാല് കാര്യങ്ങളും കൂടെ ചേർത്ത് നമ്മൾ വിളിക്കുന്നതാണ് കമ്പനിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. സെക്ഷൻ 2 ക്ലോസ് 13. നാല് കാര്യങ്ങളൊന്നുകൂടി പറയണോ? റിസിപ്റ്റ്സും പേയ്മെന്റ്സും സെയിൽസും പർച്ചേസും അസറ്റ്സും ലയബിലിറ്റീസും കോസ്റ്റിംഗ് റെക്കോർഡ്സ്. ഓക്കെ, അതൊരു പിക്ചറായിട്ട്
ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞിട്ടുണ്ട്. ക്യാപിറ്റൽ, നമ്മൾ ക്യാപിറ്റൽ ചാപ്റ്ററിൽ നോക്കാം. ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്നുള്ള വാക്ക് കമ്പനീസ് ആക്ടിൽ എവിടെ യൂസ് ചെയ്താലും മീൻസ് എ ചാർട്ടേഡ് അക്കൗണ്ടന്റ് as defined under the Chartered Accounts Act 1949 who holds a valid certificate of practice. അപ്പോൾ കുട്ടികളെ കമ്പനീസ് ആക്ടിൽ എവിടെയെങ്കിലും ഒക്കെ നിങ്ങൾ ചാർട്ടേഡ് അക്കൗണ്ട് എന്നുള്ള വാക്ക് കേൾക്കും. പ്രത്യേകിച്ച് ഓഡിറ്റിംഗ് ചാപ്റ്ററിൽ നമ്മൾ പല സ്ഥലങ്ങളിലും ചാർട്ടേഡ് അക്കൗണ്ട് കേൾക്കും. അങ്ങനെ കേട്ടാൽ അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ സെക്ഷൻ 2+17 പ്രകാരം അദ്ദേഹം നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പാരന്റ് ആക്റ്റായ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആക്ട് 1949 പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള ഒരു ക്വാളിഫൈഡ് ചാർട്ടേഡ് അക്കൗണ്ടന്റും അതിലുപരി അദ്ദേഹം ഒരു വാലിഡ് സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ് ഹോൾഡ് ചെയ്യുന്ന ആളായിരിക്കണം. അതിനർത്ഥം ഒരു PC ആയിരിക്കണം. PC എന്താണ്? ഒരു പ്രാക്ടീസ് ചെയ്യുന്ന ചാർട്ടേഡ് അക്കൗണ്ടന്റിനെയാണ് നമ്മൾ ഇവിടെ ചാർട്ടേഡ് അക്കൗണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് CA ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 ഓപ്പർച്യൂണിറ്റി. ഒന്ന് ജോലിക്ക് പോകാം, ഒരു എംപ്ലോയറിൻ്റെ കീഴിൽ എംപ്ലോയി ആയിട്ടിരിക്കാം. 2 സ്വന്തമായിട്ട് അല്ലെങ്കിൽ ഒരു വേറൊരു ഫേമിൽ പാർട്ണറായിട്ട് പോയി പാർട്ട്ണർഷിപ്പായിട്ടിരുന്നുകൊണ്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ കമ്പനീസ് ആക്ടിൽ, നിലവിലെ കമ്പനീസ് ആക്ടിൽ പറഞ്ഞിരിക്കുന്നത്, ആക്ടിൻ്റെ കീഴിൽ പറഞ്ഞിരിക്കുന്ന എവിടെയൊക്കെ ചാർട്ടേഡ് അക്കൗണ്ട് എന്നുള്ള വാക്കുകൊണ്ട് യൂസ് ചെയ്യുന്നു, അത് മനസ്സിലാക്കേണ്ടത് അത് ഒരു പ്രാക്ടീസ് ചെയ്യുന്ന ചാർട്ടേഡ് അക്കൗണ്ട് ആണെന്നുള്ള കാര്യം ഓർമ്മിക്കുക. ഇതെവിടെയാണ് നമുക്ക് ആപ്ലിക്കബിൾ ആവുന്നത്? ഓഡിറ്റിംഗ് ചാപ്റ്ററിലാണ് നമുക്കിത് വരുന്നത്. നമുക്കവിടെ നോക്കാം. കമ്പനിയുടെ CEO ആരാണ്? ഇതൊക്കെ പഠിച്ചു കൊടുക്കുന്നതിന് അറിയണ്ടേ? ഇത് നമുക്ക് അധികം അകത്തോട്ട് പഠിക്കാനില്ല, അതുകൊണ്ട് ഇവിടെ അങ്ങ് പറഞ്ഞു പോവാം. കമ്പനിയുടെ CEO എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ കാര്യങ്ങളെല്ലാം എക്സിക്യൂട്ട് ചെയ്യുന്ന ആൾ. അതാണല്ലോ കമ്പനീസ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. കമ്പനിയുടെ ബോർഡിന് ആരെ വേണമെന്നുണ്ടെങ്കിലും CEO ആയിട്ട് അപ്പോയിന്റ് ചെയ്യാം. അങ്ങനെ അപ്പോയിന്റ് ചെയ്യുന്ന ഒരു ഓഫീസറിനെയാണ് നമ്മൾ CEO എന്ന് വിളിക്കുന്നത്. വലിയ മീനിങ് ഒന്നുമില്ല, ഡെഫിനിഷനിൽ പ്രത്യേകിച്ച് മീനിങ് ഇല്ല. കമ്പനി ആരെയാണോ, ഏത് ഓഫീസറിനെയാണോ CEO എന്ന് പറഞ്ഞുകൊണ്ട് ഡെസിഗ്നേറ്റ് ചെയ്തുകൊണ്ട് അപ്പോയിന്റ് ചെയ്യുന്നത്, അയാളെ നമ്മൾ CEO എന്ന് വിളിക്കും. സോ ദർ ഇസ് നോ ക്വാളിഫിക്കേഷൻ എനിത്തിങ്. സെക്ഷൻ 2+18. അതുപോലെ തന്നെയാണ് കുട്ടികളെ CFO. കമ്പനിയുടെ CFO മീൻസ് എ പേഴ്സൺ അപ്പോയിന്റഡ് ആസ് ദ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ഓഫ് ദ കമ്പനി. കമ്പനിയുടെ ഏതൊരു ആളെയും കമ്പനിക്ക്, പ്രത്യേകിച്ച് കമ്പനിയുടെ ബോർഡിന് ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ എന്ന് പറഞ്ഞ് അപ്പോയിന്റ് ചെയ്യാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അപ്പോയിന്റ് ചെയ്താൽ അയാളെയാണ് നമ്മൾ CEO എന്ന് വിളിക്കുന്നത്. അതേപോലെ ഇവിടെ CFO എന്ന് വിളിക്കുന്നു. ഇതിനൊന്നും പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷൻസോ ക്രൈറ്റീരിയസോ കമ്പനീസ് ആക്ടിൽ പറഞ്ഞിട്ടില്ല. ഒരു ചാർട്ടേഡ് അക്കൗണ്ട് ആയിരിക്കണമെന്നോ, കോസ്റ്റ് അക്കൗണ്ടന്റ് ആയിരിക്കണമെന്നോ, ഒരു MBA ഫിനാൻസുകാരനായിരിക്കണമെന്നൊന്നും കമ്പനീസ് ആക്ടിൽ പറഞ്ഞിട്ടില്ല. കമ്പനി ആരെയാണോ CFO ആയിട്ട് അപ്പോയിന്റ് ചെയ്യുന്നത്, അയാളെ നമ്മൾ CFO ആയിട്ട് ഡെസിഗ്നേറ്റ് ചെയ്താൽ അയാളെ നമ്മൾ CFO എന്ന് വിളിക്കും. ഇത് കീ മാനേജറിയൽ പേഴ്സണൽ എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ ഇൻ്റർമീഡിയറ്റ് ലെവലിൽ പഠിക്കാനില്ല, ഫൈനലിൽ പണ്ടത്തെ സിലബസിലുണ്ട്, ഇപ്പോൾ ഫൈനലിൽ ലോ ഇല്ല. അപ്പോൾ കമ്പനിയുടെ നയതന്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്ന കമ്പനിയിലെ ടോപ്പ് മാനേജ്മെന്റ് ആൾക്കാരെ വിളിക്കുന്ന പേരാണ് കീ മാനേജറിയൽ പേഴ്സണൽ, KMP. അതിൽ വരുന്ന ആൾക്കാരാണ് കുട്ടികളെ CEO, CFO, CS, MD, ഹോൾ ടൈം ഡയറക്ടർ വരെ. ഈ 4 പേരും കൂടെ ചേർത്ത് വിളിക്കുന്ന പേരാണ് കീ മാനേജറിയൽ പേഴ്സണൽ. ഇനി കമ്പനിയുടെ ഡെഫിനിഷൻ ഒരുപക്ഷെ നിങ്ങൾ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നതാണ്, എന്താണ് കമ്പനി? കുട്ടികളെ കമ്പനീസ് ആക്ടിലെ ഡെഫിനിഷൻ കൊണ്ട് ഒരു മീനിങ് ഒന്നുമില്ല. ഇവിടുത്തെ ഡെഫിനിഷൻ 2+20 പ്രകാരം കമ്പനി മീൻസ് എ കമ്പനി ഇൻകോർപ്പറേറ്റഡ് അണ്ടർ ദിസ് ആക്ട് ഓർ അണ്ടർ എനി പ്രീവിയസ് കമ്പനി ലോ. ഇപ്പോൾ ഇരിക്കുന്ന നിലവിലുള്ള കമ്പനീസ് ആക്ട് 2013 രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കമ്പനിയോ അല്ലെങ്കിൽ ഈ ആക്ടിന് മുമ്പുള്ള ഏതെങ്കിലും കമ്പനീസ് ആക്ടിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനികളെ നമ്മൾ കമ്പനി എന്ന് വിളിക്കും. സോ അതിന്റെ മീനിങ് ഓൺലി എ രജിസ്റ്റേർഡ് കമ്പനി അണ്ടർ ദ റിലവന്റ് കമ്പനീസ് ആക്ട് ക്യാൻ ബി കോൾഡ് എസ് എ കമ്പനി. അല്ലാതെ മീനിങ് ഒന്നുമില്ല. നമ്മൾ പണ്ട് പഠിക്കത്തില്ലേ, കമ്പനി മീൻസ് എ വോളണ്ടറി അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് ടു ഫോം എ സ്പെസിഫിക് ബിസിനസ് ബൈ കോൺട്രിബ്യൂട്ടിംഗ് ക്യാപിറ്റൽ ആൻഡ് രജിസ്റ്ററിംഗ് എന്നൊരു യൂഷ്വൽ മീനിങ് പഠിക്കും. എന്നാൽ കമ്പനീസ് ആക്ട് എടുത്ത് നോക്കിയാൽ കമ്പനീസ് ആക്ട് ഡെഫിനിഷൻ as simple as that ആണ്. സെക്ഷൻ 2+20 പ്രകാരം കമ്പനി മീൻസ് എ കമ്പനി ഇൻകോർപ്പറേറ്റ് അണ്ടർ ദിസ് ആക്ട്, അതായത് ഇപ്പോഴത്തെ 2013 ആക്ടോ അല്ലെങ്കിൽ 2013 മുമ്പുണ്ടായ ഏതെങ്കിലും കമ്പനീസ് ആക്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇൻകോർപ്പറേറ്റ് ഉണ്ടെങ്കിൽ ആ സ്ഥാപനങ്ങളെ നമ്മൾ കമ്പനി എന്ന് വിളിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും പരിചയക്കാരോ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ മോനെ ഈ കമ്പനി എന്താണെന്ന് ചോദിച്ചാൽ എന്താ പറയണ്ടേ?
അത് ഈ കമ്പനീസ് ആക്ടിന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്യുന്ന കമ്പനികളെയാണ് കമ്പനി എന്ന് വിളിക്കുന്നത്. അത് ഇപ്പോഴത്തെ കമ്പനീസ് ആക്ട് ആവാം, പണ്ടത്തെ കമ്പനീസ് ആക്ട് ആയാലും അതിനെ നമ്മൾ കമ്പനി എന്ന് വിളിക്കും. ഇത്രേ ഉള്ളൂ. സോ ദർ ഇസ് നോ അതർ ഫർദർ മീനിങ് റിഗാർഡിങ് ദിസ്. ഓക്കെ. അപ്പോൾ വളരെ പണ്ടും കമ്പനീസ് ആക്ട് ഉണ്ടായിരുന്നു. ഒന്ന് പറഞ്ഞു, ഇപ്പോൾ ടാറ്റ സ്റ്റീൽ 1907 രജിസ്റ്റർ ചെയ്തത്, ഇൻഫോസിസ് 1981, അതൊക്കെ 56 ആക്ടിലാണ്, റിലയൻസ് 1933. അപ്പോൾ അന്നന്ന് ഓരോ കാലഘട്ടങ്ങളിലും കമ്പനീസ് ആക്ട് ഉണ്ടായിരുന്നിരിക്കാം. അപ്പോൾ അന്ന് ആ ആക്ടുകളുടെ കീഴിൽ രജിസ്റ്റർ ചെയ്തവരെയും രജിസ്റ്റർ ചെയ്ത സ്ഥാപനങ്ങളെയും കമ്പനികളെയും നമ്മൾ കമ്പനി എന്ന് വിളിക്കും. ഇപ്പോൾ നമ്മളെ സമയത്ത് 2013 ആക്ടാണ് അല്ലേ. ഒരുപക്ഷെ ഭാവിയിൽ നാളൊരു കാലത്ത് കുട്ടികൾ വല്ല 2035 15 പഠിക്കുമായിരിക്കണം അല്ലേ. ശരി, ഇത് നമ്മൾ ബേസിക്സ് ചാപ്റ്റർ വരുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യും. ഇപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർ, ക്യാപിറ്റലൊക്കെ നമുക്ക് ടൈപ്സ് ഓഫ് കമ്പനി നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഇപ്പം ഞാൻ പറഞ്ഞില്ല, അകത്തധികം ഇല്ലാത്ത ചാപ്റ്റേഴ്സിലില്ലാത്ത എന്നാൽ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള ഡെഫിനിഷൻസ് ആണ് ഇന്നത്തെ ഈ മാരത്തോണിൽ നമ്മൾ കവർ ചെയ്യും. നോക്കട്ടെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ആവശ്യമുള്ളതൊക്കെ നമുക്ക് നോക്കിയാൽ മതി. ഡയറക്ടർ നമുക്കിനി പഠിക്കാനില്ല, അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞു പോവാം. ഒരു കമ്പനിയിലെ ഭരണം നടത്തുന്ന ആൾക്കാരെ വിളിക്കുന്ന പേരാണ് ഡയറക്ടർ. കമ്പനിയുടെ ഓണേഴ്സിന്റെ പേരാണ് ഷെയർ ഹോൾഡർ അല്ലേ. കമ്പനിയിൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്ത് കമ്പനിയെ ഓൺ ചെയ്യുന്ന ആൾക്കാരാണ് ഷെയർ ഹോൾഡേഴ്സ്. എന്നാൽ കമ്പനിയെ മാനേജ് ചെയ്യാൻ വേണ്ടി നമ്മൾ അപ്പോയിന്റ് ചെയ്യുന്ന വ്യക്തികളെയാണ് നമ്മൾ ഡയറക്ടേഴ്സ് എന്ന് വിളിക്കും. ഇൻഡിവിജ്വലി അവരെ ഡയറക്ടേഴ്സ് എന്നും കളക്റ്റീവ്ലി അവരെ നമ്മൾ ബോർഡ് എന്ന് വിളിക്കും. അപ്പോൾ കുട്ടികളെ, നമ്മളെ കമ്പനികൾ നമ്മൾ കാണുന്ന റിലയൻസ്, ഇൻഫോസിസ്, അദാനി, അതുപോലെ തന്നെ HDFC ബാങ്ക്, LIC, അതുപോലെ നമ്പർ ഓഫ് നമ്മൾ ടി വിയിലൊക്കെ എന്നും കാണുന്ന പല തരം കമ്പനികൾ. ആക്സിസ് ബാങ്ക് ലിമിറ്റഡ്, മാരിക്കോ ലിമിറ്റഡ്, BSNL ലിമിറ്റഡ്, റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്, ഇൻഫോസിസ് ലിമിറ്റഡ്, TCS ലിമിറ്റഡ്, ടാറ്റ കൺസൾട്ടൻസി സർവീസ് ലിമിറ്റഡ്, വിപ്രോ ലിമിറ്റഡ്. ഈ കാണുന്ന എല്ലാ കമ്പനികൾക്കും ഒരു ബോർഡുണ്ട്, ഭരണസമിതിയുണ്ട്. അപ്പോൾ ഷെയർ ഹോൾഡർ ആ കമ്പനിയെ ഭരിക്കാൻ വേണ്ടി, നയിക്കാൻ വേണ്ടി, അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടി, മാനേജ് ചെയ്യാൻ വേണ്ടി അപ്പോയിന്റ് ചെയ്യുന്ന ഹ്യൂമൻ ബീങ്സ് ആണ് ഡയറക്ടേഴ്സ്. വ്യക്തിപരമായിട്ട് അവരെ ഡയറക്ടേഴ്സ് എന്നും കളക്റ്റീവ്ലി അവരെ നമ്മൾ ബോർഡ് എന്ന് വിളിക്കും. സോ ഡയറക്ടർ മീൻസ് എ ഡയറക്ടർ അപ്പോയിന്റഡ് ടു ദ ബോർഡ് ഓഫ് എ കമ്പനി. ഒരു കമ്പനിയിലെ ബോർഡിൽ, ഭരണസമിതിയിൽ അപ്പോയിന്റ് ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഡയറക്ടർ എന്ന് വിളിക്കുന്നത്. പണ്ട് നമുക്ക് ഫൈനലിൽ ഇതിനെക്കുറിച്ച് ലോ പേപ്പർ പഠിക്കാൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് ഫൈനലിൽ ലോ പേപ്പർ ഇല്ല. ഡിവിഡൻഡ് നമുക്ക് പ്രത്യേകം ചാപ്റ്റർ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. നമുക്കപ്പം നോക്കാം. ഓക്കെ, കാരണം ഈ ഒരു ലൈൻ വായിച്ചതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല, അതുകൊണ്ടാണ് തൽക്കാലം ഡിസ്കസ് ചെയ്യാത്തത്. അപ്പോൾ ഡിവിഡൻഡ് തൊട്ട് നമ്മൾ പഠിച്ച ഡയറക്ടറാണ് സെക്ഷൻ 2(34). ഇതൊന്നും നമുക്കിപ്പോൾ റിലവൻ്റ് ആവശ്യമില്ല. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, ഇത് അഗെയിൻ നമ്മൾ ഇതിന് പ്രത്യേക ചാപ്റ്ററിൽ പഠിക്കും. ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ചാപ്റ്ററിൽ പഠിക്കുമെങ്കിലും ഒരു CA കുട്ടികളെ സംബന്ധിച്ചോളം തുടക്കമൊക്കെ അല്ലേ പഠിക്കുമ്പോൾ എന്താണ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് നമ്മൾ പഠിച്ചില്ലേ? 4 കാര്യങ്ങളുള്ള റെക്കോർഡ്സിനെയാണ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. അതുപോലെ ധനകാര്യ സ്ഥാപനങ്ങൾ നമ്മൾ അറിയാനൊരു നിങ്ങൾക്കൊരു ധനകാര്യ സ്റ്റേറ്റ്മെന്റ്സിനെ കുറിച്ച് അറിയാനുള്ള ജിജ്ഞാസ കാണും. സോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, കുട്ടികളെ സെക്ഷൻ 2(40) പ്രകാരം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് എ കമ്പനി ഇൻക്ലൂഡ്സ് ഡെഫിനിഷൻ എന്താണ്? ബാലൻസ് ഷീറ്റ് at the year end, profit and loss account which shows profit or loss for the financial year, cash flow statement for the financial year, statement of changes in equity. പൊതുവെ 4-5 പറയാറില്ല. അപ്പോൾ എന്താണ് കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ചോദിച്ചാൽ എന്താണെന്നുള്ളതില്ല, എന്തൊക്കെയാണെന്ന് മാത്രമേ ഉള്ളൂ പഠിക്കാൻ, അല്ലെ മനസ്സിലാക്കാൻ. ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് വെച്ചാൽ ഒരു വർഷാവസാനമുള്ള ബാലൻസ് ഷീറ്റ്, ആ വർഷത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ്, ആ വർഷത്തെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, അതുപോലെ ഓണർഷിപ്പ് ഇക്വിറ്റിയിൽ എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ, ഷെയർ ഹോൾഡിംഗ് പാറ്റേണിൽ മാറ്റമുണ്ടെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ്. ഈ 4നെയും കൂടെ ചേർത്താണ് നമ്മൾ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് വിളിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ഇന്റർമീഡിയറ്റ് കഴിഞ്ഞ് ക്വാളിഫൈ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഒരു പ്രൈമ ഫേസി റെസ്പോൺസിബിലിറ്റി റോൾ എന്ന് പറയുന്നത് ഒരു കമ്പനിയിലെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാക്കലും അത് ഫൈനലൈസ് ചെയ്യലും അത് ഓഡിറ്റ് ചെയ്ത് ഓഡിറ്ററിന് സമർപ്പിക്കലും, പ്രാക്ടീസ് ചെയ്യുന്ന ചാർട്ടേഡ് അക്കൗണ്ട് ആണെങ്കിൽ അതിനെ ഓഡിറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു കോർ ഏരിയ എന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ, എൻ്റെ അഭിപ്രായത്തിൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സും അതിൽ നിന്നും പ്രിപ്പയർ ചെയ്യുന്ന ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സുമാണ്. അപ്പോൾ എന്താണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് വർഷാവസാനമുള്ള ഒരു ബാലൻസ് ഷീറ്റ്, ആ വർഷം പെർട്ടൈൻഡ് ആയിട്ടുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ്, ആ വർഷം പെർട്ടൈൻഡ് ആയിട്ടുള്ള ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, പിന്നെ ഇക്വിറ്റിയിൽ ഓണർഷിപ്പിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അത് ബന്ധപ്പെട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ്. ഈ എല്ലാം കൂടെ ചേർത്ത് പറയുന്നതാണ് ധനകാര്യ സ്റ്റേറ്റ്മെന്റ്. എനിക്ക് ധനകാര്യ സ്ഥാപനം എൻ്റെ വായിൽ വരത്തുള്ളൂ, അങ്ങനെയല്ല.
ധനകാര്യ സ്റ്റേറ്റ്മെൻറ്റ്, ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. നിങ്ങളുടെ ജീവിതം, അതായത് നമ്മൾ പ്രൊഫഷണൽ ലൈഫ് ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാക്കാനും അത് വായിച്ച് മനസ്സിലാക്കാനും ഇൻ്റർപ്രറ്റ് ചെയ്യാനും കമ്പയർ ചെയ്യാനും ഇൻ്റർഫേം കമ്പാരിസൺ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഒബ്വിയസ്ലി അതിന് ഓഡിറ്റ് ചെയ്യലും അത് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണെന്നുള്ള കാര്യം മറക്കരുത്. ഓക്കെ, ഫിനാൻഷ്യൽ ഇയർ നമുക്ക് ആവശ്യമില്ല, ആവശ്യമുള്ളത് മാത്രമേ സാർ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഇത് പ്രിലിമിനറി ചാപ്റ്ററാണ്. ഈ ടൈപ്സ് ഓഫ് കമ്പനി നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. നമുക്ക് സെക്ഷൻ 8 കമ്പനി, ഗവൺമെൻറ് കമ്പനിയൊക്കെ വളരെ ലോബറേറ്റ് ആയിട്ട് വേറെ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്, അപ്പം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഹോൾഡിംഗ് കമ്പനി, സബ്സിഡറി കമ്പനി നമുക്ക് ഡിസ്കസ് ചെയ്യണം, പക്ഷെ അതവിടെ ഫുള്ളായിട്ട് ഇപ്പോൾ ഇല്ല. ഹോൾഡിംഗ് കമ്പനി, ഓക്കെ, ഇവിടെ ഹോൾഡിംഗ് കമ്പനി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ റിലേഷൻ ടു 1 or more കമ്പനീസ് മീൻസ് എ കമ്പനി ഓഫ് വിച്ച് സച്ച് കമ്പനീസ് ആർ സബ്സിഡറി കമ്പനീസ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? ഹോൾഡിംഗ് കമ്പനിയും സബ്സിഡറി കമ്പനിയും ഞാൻ ഒത്തിച്ചങ്ങ് പറയാം, അതായിരിക്കും നിങ്ങൾക്ക് നല്ലത് മനസ്സിലാക്കാനായിട്ട്. നമ്മൾ അസോസിയേറ്റ് കമ്പനി പറഞ്ഞത് ഓർമ്മയുണ്ടായിരിക്കും അല്ലേ? ഒരു കമ്പനി മറ്റൊരു കമ്പനി 20% ഷെയർ ഹോൾഡ് ചെയ്യും. അതുപോലെ ഒരു കമ്പനി മറ്റൊരു കമ്പനിയിൽ 51% മുകളിൽ ഷെയർ ഹോൾഡ് ചെയ്യുമ്പോൾ ആദ്യത്തെ കമ്പനി ഹോൾഡിംഗ് കമ്പനിയും രണ്ടാമത്തെ കമ്പനി സബ്സിഡറി കമ്പനിയും ആവും. ഞാനൊരു കാൽക്കുലേഷൻ പോലെ പറയാം. എ ലിമിറ്റഡ്, ബി ലിമിറ്റഡ്. ബി ലിമിറ്റഡിൻ്റെ 51% ഷെയർസ് എ ലിമിറ്റഡ് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ബി ലിമിറ്റഡ് വിൽ ബിക്കം സബ്സിഡറി ഓഫ് എ ലിമിറ്റഡ്. പോയിന്റ് നമ്പർ 1. പോയിന്റ് നമ്പർ 2, ഷെയർ അല്ലാതെ ബി ലിമിറ്റഡിൻ്റെ ടോട്ടൽ ഭരണാധികാരികളായ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മെജോറിറ്റി ഡയറക്ടേഴ്സിനെയും എ ലിമിറ്റഡിനെ അപ്പോയിന്റ് ചെയ്യാൻ പറ്റിയാൽ എങ്കിൽ ബി ലിമിറ്റഡ് എ ലിമിറ്റഡിൻ്റെ സബ്സിഡറി ആവും. കുട്ടികളെ, ഈ ഹോൾഡിംഗ് കമ്പനി, സബ്സിഡറി കമ്പനി മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, ഒരു കമ്പനി മറ്റൊരു കമ്പനിയിൽ കൺട്രോൾ എക്സസൈസ് ചെയ്യും. ഒരു കമ്പനി മറ്റൊരു കമ്പനിയിൽ കൺട്രോൾ എക്സസൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒന്ന് ഷെയർ വെച്ചിട്ടും, അതായത് ഓണർഷിപ്പ് വെച്ചിട്ട്. അങ്ങനെ രണ്ടാമത്തെ കമ്പനിയിൽ 51% ഓണർഷിപ്പ് നമ്മൾ വെച്ചാൽ രണ്ടാമത്തെ കമ്പനി നമ്മളുടെ സബ്സിഡറി ആവും. അല്ലെങ്കിൽ രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത്, ആ രണ്ടാമത്തെ കമ്പനിയിൽ ഷെയറിന് പകരം അവിടുത്തെ ടോട്ടൽ നമ്പർ ഓഫ് ഡയറക്ടേഴ്സിന് മെജോറിറ്റി ഡയറക്ടേഴ്സിനെ അപ്പോയിന്റ് ചെയ്യാനുള്ള അധികാരം എ ലിമിറ്റഡിന് ഉണ്ടെങ്കിലും ബി ലിമിറ്റഡ് എ ലിമിറ്റഡിന്റെ സബ്സിഡറി ആവും. സോ ഹോൾഡിംഗ് കമ്പനി, സബ്സിഡറി കമ്പനി is a very important aspect which will depend upon the control. So if A Limited controls 51% of the, or holds 51% of the share capital of B Limited, then B Limited will become the subsidiary of A Limited. Also, if A Limited have the control of appointing majority of directors of B Limited, then also B Limited will become the subsidiary of A Limited. So this holding subsidiary is basically the mathematics of control. Okay, you will understand about all these things little more detail while you go along with the syllabus of intermediate, and of course in your advanced studies while you study more about the board composition and board governance. Capital ഞാൻ ഇവിടെ തൊടുന്നില്ല, ക്യാപിറ്റൽ പ്രത്യേക ചാപ്റ്റർ. നമ്മൾ KMB കുറിച്ച് സാർ നേരത്തെ പറഞ്ഞു. കീ മാനേജറൽ പേഴ്സണൽ സെക്ഷൻ 2 ക്ലോസ് 51 പ്രകാരം കമ്പനിയുടെ നിർണായക തീരുമാനങ്ങൾ എടുക്കുന്ന, പോളിസീസ് എടുക്കുന്ന, ഡിസിഷൻസ് എടുക്കുന്ന, സ്ട്രാറ്റജീസ് തീരുമാനിക്കുന്ന കമ്പനിയുടെ ടോപ്പ് മാനേജ്മെന്റിലെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളതും നിർണായകമായിട്ടുള്ള ഓഫീസേഴ്സിന് വിളിക്കുന്ന പേരാണ് കീ മാനേജറൽ പേഴ്സണൽ. അവരാരൊക്കെയാണ്? ഒന്ന് CEO, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, അല്ലെങ്കിൽ അവരെ നമ്മൾ MD എന്ന് വിളിക്കും, മാനേജിംഗ് ഡയറക്ടർ, അല്ലെങ്കിൽ മാനേജർ എന്ന് വിളിക്കും. അവരെല്ലാവരും ഒരേ കാറ്റഗറിയാണ്. CEO ഫസ്റ്റ് കാറ്റഗറി ആരാ? CEO, MD ഓർ മാനേജർ. രണ്ടാമത് കമ്പനി സെക്രട്ടറി. 3 ഹോൾ ടൈം ഡയറക്ടർ. 4 ചീഫ് ഫൈനാൻഷ്യൽ ഓഫീസർ, നമ്മൾ പഠിച്ചു. 5 such other officers just one level below the board who are in the whole time employment of the company and designated as a KMB by the board. അപ്പോൾ അഞ്ചാമത്തെ കാറ്റഗറി എന്താണ്? ഈ മോളിൽ പറഞ്ഞിരിക്കുന്ന CEO, കമ്പനി സെക്രട്ടറി, ഹോൾ ടൈം ഡയറക്ടർ, CFOയ്ക്ക് പുറമെ വേറെ ഏത് ഓഫീസറിനെയും കമ്പനിയുടെ ബോർഡിന് കീ മാനേജറൽ പേഴ്സൺ എന്ന് പറഞ്ഞ് ഡെസിഗ്നേറ്റ് ചെയ്യാം. പക്ഷെ അയാൾ ബോർഡിന്റെ തൊട്ട് താഴെയുള്ള ലെവലിലുള്ള ആളായിരിക്കണം. അതിനു പുറമെ ആ കമ്പനിയിൽ ഹോൾ ടൈം ആയിട്ട് എംപ്ലോയ് ചെയ്യുന്ന ഒരു ഓഫീസറായിരിക്കണം. ഒരു ഉദാഹരണം പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ കേട്ടിട്ടില്ലേ ചില പോസ്റ്റുകൾ? വൈസ് പ്രസിഡന്റ് ഫൈനാൻസ് എന്നൊരു പോസ്റ്റ് ഉണ്ട്. വളരെ സീനിയർ ആയിട്ടുള്ള പോസ്റ്റാണ്.
ഈ പറയുന്ന വ്യക്തിയെ അല്ലെങ്കിൽ ഈ ഡെസിഗ്നേഷനുള്ള ആളെ വേണമെങ്കിൽ നിങ്ങൾക്ക് KMP ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യാം. കമ്പനിയുടെ ബോർഡ് ഒരു തീരുമാനമെടുത്ത് റെസൊല്യൂഷൻ പാസ് ചെയ്ത് ഈ വൈസ് പ്രസിഡന്റ് ഫിനാൻസിനെയും ആ കമ്പനിയിൽ ഹോൾ ടൈം എംപ്ലോയ്മെന്റിലാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ വേണമെങ്കിൽ നമുക്ക് KMP ആയിട്ട് കൊണ്ടുവരാം. സോ ഒരു ബ്രോഡർ ഡെഫിനിഷനാണ്. അതായത് മോളിൽ പറഞ്ഞിരിക്കുന്ന ആക്ടിൽ പറഞ്ഞിരിക്കുന്ന ഡെസിഗ്നേഷൻസിന് പുറമെ വേറെ ആരെ വേണമെന്നുണ്ടെങ്കിലും ബോർഡിന്റെ തൊട്ട് താഴെ ഉള്ള ഒരു ഹോൾ ടൈം എംപ്ലോയ്മെന്റ് ഉള്ള ഒരു ഓഫീസറിനെ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കമ്പനിയുടെ ബോർഡിന് KMP കീ മാനേജറൽ പേഴ്സണൽ എന്ന് പറഞ്ഞ് നമുക്ക് കൊണ്ടുവരാം എന്നാണ് പറഞ്ഞത്. സോ ബൈ ഡിഫോൾട്ട് യു ഹാവ് 4 കാറ്റഗറീസ് ഓഫ് KMP. ആരൊക്കെയാണത്? CEO അല്ലെങ്കിൽ MD അല്ലെങ്കിൽ മാനേജർ 1, 2 കമ്പനി സെക്രട്ടറി. കമ്പനി സെക്രട്ടറി ഓൾ നോ, നിങ്ങളുടെ സിസ്റ്റർ പ്രൊഫഷനാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യയുടെ മെമ്പർഷിപ്പ് എടുക്കുന്ന ആൾക്കാർ, നിങ്ങളെപ്പോലെ തന്നെ എക്സിക്യൂട്ടീവ് പ്രൊഫഷണലൊക്കെ കഴിഞ്ഞ് മെമ്പർ ആവുന്ന ആൾക്കാർ, അവരാണ് കമ്പനി സെക്രട്ടറി. മൂന്നാമത്തത് ഹോൾ ടൈം ഡയറക്ടർ, അതായത് ഹോൾ ടൈം ഡിവോട്ട് ചെയ്യുന്ന കമ്പനിയിലുള്ള ഡയറക്ടർ. നാലാമത്തത് ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ. പ്ലസ് ഇതിന് പുറമെ ആരെ വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാമെന്നാണ് പറഞ്ഞത്. സോ ഈ ഗ്രൂപ്പ് ഉണ്ടല്ലോ നമ്മളിപ്പോൾ പഠിച്ച സെക്ഷൻ 2 ക്ലോസ് 51 കീ മാനേജറൽ പേഴ്സണൽ പറഞ്ഞിരിക്കുന്ന ഇത്രയും ആൾക്കാരാണ് കമ്പനിയുടെ നയം തീരുമാനിക്കുന്നത്, കമ്പനിയുടെ പോളിസി മാറ്റേഴ്സ് തീരുമാനിക്കുന്നത്, കമ്പനിയുടെ സ്ട്രാറ്റജീസ് തീരുമാനിക്കുന്നത് പറഞ്ഞത് ബോർഡുണ്ട് അവർക്ക് മുകളിൽ. അത് മറക്കരുത്. ബോർഡ് എടുക്കുന്ന തീരുമാനങ്ങളെ, ബോർഡ് എടുക്കുന്ന പോളിസി മാറ്റേഴ്സിനെ എക്സിക്യൂട്ട് ചെയ്യുന്നത് അവർ വഴിയാണ്. സോ ഒരു കമ്പനിയുടെ അതോറിറ്റി, എക്സിക്യൂട്ടീവ് അതോറിറ്റിയും അതുപോലെ തന്നെ കമ്പനിയിൽ നടക്കുന്ന എന്താണ് പ്രധാനമായിട്ടുള്ള തീരുമാനങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുന്ന ആൾക്കാർ ഇവരാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളെ, കമ്പനിയിൽ എന്തെങ്കിലും വയലേഷൻസും സ്കാമും ഇഷ്യൂസും ഉണ്ടാകുമ്പോൾ ഡയറക്ടർ ബോർഡിന് പുറമെ ഒരു ലയബിലിറ്റിയും റെസ്പോൺസിബിളുമാവുന്ന ഓഫീസേഴ്സ് കൂടിയാണ് ഇവരെന്ന് മറക്കരുത്. കമ്പനിയിലെ ടോപ്പ് ആൾക്കാരാണ്, കമ്പനിയുടെ ടോപ്പ് മാനേജ്മെന്റ്, സീനിയർ മാനേജ്മെന്റ് ആൾക്കാരാണ് കീ മാനേജർ പേഴ്സണൽ ഹു ആർ റെസ്പോൺസിബിൾ ഫോർ റണ്ണിങ് ദ കമ്പനി from authority point of view and from responsibility point of view, apart from the board. I hope you got my point. അല്ലേ? യെസ്. ഓൾമോസ്റ്റ് എല്ലാ നല്ല ഡെഫിനിഷനും ലിസ്റ്റഡ് കമ്പനി ആവശ്യമില്ല, നമുക്ക് ആവശ്യമുള്ളത് മാത്രം നോക്കിയാൽ മതി. MD കുറിച്ച് കൂടെ ഒന്ന് പറയാം. ഇത് നമുക്ക് ഇനി പഠിക്കാനില്ല, അറിയാലോ, പഠിക്കാനില്ലാത്തത് കൊണ്ടാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. പ്രിലിമിനറി ചാപ്റ്റർ ആണ്. സെക്ഷൻ 2 ക്ലോസ് 54 പ്രകാരം മാനേജിംഗ് ഡയറക്ടർ മീൻസ് എ ഡയറക്ടർ who by virtue of the articles of a company or agreement or resolution is entrusted with the substantial powers of the management of the affairs of the company and includes the director occupying his position by whatever name called. കുട്ടികൾ, നിങ്ങൾ 1000 വട്ടം കേൾക്കുന്നൊരു വാക്കാണ് MD അല്ലേ? നമ്മൾ ഒരുപാട് പണ്ടേ സിനിമയിലും എല്ലാ അർത്ഥത്തിലും നമ്മൾ കേൾക്കുന്നത് മാനേജിംഗ് ഡയറക്ടർ, MD ആരാണ്? ഞാൻ നേരത്തെ പറഞ്ഞു, കമ്പനിയെ ഭരിക്കുന്നത്, കമ്പനിയെ മാനേജ് ചെയ്യുന്നത് ഒരു ഡയറക്ടർ ബോർഡാണ്. ആ ഡയറക്ടർ ബോർഡിൽ ഡയറക്ടേഴ്സ് ആണുള്ളത്. ആ ഡയറക്ടേഴ്സിൽ ഒരാളെ നമ്മൾ സബ്സ്റ്റാൻഷ്യൽ പവർ കൊടുക്കും. ഒരാൾക്ക് നമ്മൾ സബ്സ്റ്റാൻഷ്യൽ പവർ കൊടുക്കും. ചെക്ക് സൈനിങ് പവർ കൊടുക്കും, ധനകാര്യ പവർ, ഫിനാൻഷ്യൽ പവേഴ്സ് കൊടുക്കും, എക്സിക്യൂട്ടീവ് പവേഴ്സ് കൊടുക്കും, അപ്പോയിന്റിംഗ് പവേഴ്സ് കൊടുക്കും. ഇത്തരം ഡയറക്ടർ ബോർഡിൽ ഒരാളെ കമ്പനിയുടെ സൂപ്പർ പവർ, കമ്പനിയുടെ സബ്സ്റ്റാൻഷ്യൽ പവർ ഓഫ് മാനേജ്മെന്റ് കൊടുത്ത് ഏൽപ്പിക്കുന്ന ആ ഡയറക്ടറിനെയാണ് നമ്മൾ മാനേജിംഗ് ഡയറക്ടർ എന്ന് വിളിക്കുന്നത്. കാരണം എല്ലാ ഡയറക്ടറും കൂടെ ഓടാൻ പറ്റത്തില്ല, ഒരു ചെക്കിൽ എല്ലാ ഡയറക്ടറും കൂടെ ഒപ്പിടാൻ പറ്റത്തില്ല, ഒരു നിർണായക കമ്പനിയുടെ ഡേ ടു ഡേ ഓപ്പറേഷൻ എല്ലാവരും കൂടെ ഓടിയാൽ നടക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഒരാൾ നാഥനായിട്ട് വേണം. ദർ ഷുഡ് ബി ക്യാപ്റ്റൻ ഓഫ് ദി ഷിപ്പ്. സോ മാനേജിംഗ് ഡയറക്ടർ ഈസ് സച്ച് എ ഡയറക്ടർ ഇൻ ദ ബോർഡ് who is the captain of the board, who runs the affairs of the company, who runs the day-to-day affairs of the company. So MD is basically a director who is vested with substantial powers of the management of the affairs of the company. Either the power is given in the articles, or the power is given through an agreement, or the power is given through a board resolution, or the power is given through a general meeting resolution. അപ്പോൾ കമ്പനിയുടെ കിടിലമാരാണെന്ന് ചോദിച്ചാൽ കമ്പനിയുടെ MD ആണ്, ക്യാപ്റ്റൻ ഓഫ് ദ ബോർഡ്, ഹു റൺസ് ദ ഷോ. സോ ദാറ്റ് ഈസ് വൈ നിങ്ങൾ നോക്കിയാൽ ഒരു കമ്പനിയിൽ ഏറ്റവും കൂടുതൽ ശമ്പളം കിട്ടുന്നതും കമ്പനിയുടെ MDക്കാണ്. കാരണം അദ്ദേഹമാണ് ആ കമ്പനിയുടെ ഹോൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നതും ഫംഗ്ഷനിങ്ങിൻ്റെ. അതുകൊണ്ട് ഇത് ഹയസ്റ്റ് പെയ്ഡ് എംപ്ലോയി, ഹോൾ ടൈം എംപ്ലോയി ഓർ ഓഫീസർ ഓഫ് എ കമ്പനി ഈസ് MD, മാനേജിംഗ് ഡയറക്ടർ. ഇറ്റ്സ് ഓൾമോസ്റ്റ് ഡൺ. മെമ്പർ നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. മെമ്പർ എണ്ണ പിന്നെ വരും. ഞാൻ പറഞ്ഞ മനസ്സിലായി, വേറെ ചാപ്റ്റർ വരെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നില്ല. ആ ചാപ്റ്റർ പഠിക്കുന്നതിൽ കൂടെ അങ്ങ് പഠിച്ചു പോവാം. ഓക്കെ, ഐ തിങ്ക് ഇറ്റ്സ് ഓൾമോസ്റ്റ് ഡൺ. OPC പിന്നെ ഡിസ്കസ് ചെയ്യാം, റെസൊല്യൂഷൻ പിന്നെ വരും, ക്യാപിറ്റലൊക്കെ പിന്നെ വരും. പ്രൈവറ്റ് കമ്പനി, പബ്ലിക് കമ്പനിയൊക്കെ നമ്മൾ വളരെ ലോബറേറ്റ് ആയിട്ട് നമ്മൾ
എനിക്ക് തോന്നുന്നു അടുത്ത ചാപ്റ്റർ തന്നെ വരും, നമുക്ക് അപ്പോൾ ഡിസ്കസ് ചെയ്യാം. ഐ തിങ്ക് ഇറ്റ്സ് ഓൾമോസ്റ്റ് ഡൺ. യാ, പബ്ലിക് കമ്പനി പ്രൈവറ്റ് കമ്പനി ഡിസ്കസ്. ഐ തിങ്ക് വിൽ ക്ലോസ് ഇറ്റ്. സോ ഇന്നത്തെ മാരത്തോണിൽ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ എടുത്തു, അതിൻ്റെ പ്രിലിമിനറി ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ആദ്യം സെക്ഷൻ 1 ആപ്ലിക്കബിലിറ്റി പറഞ്ഞു. പിന്നെ നമ്മൾ പുതിയ മറ്റുള്ള ചാപ്റ്റേഴ്സിൽ ഇനി വരാത്തതായിട്ടുള്ള കോമൺ ആയിട്ടുള്ള കുറച്ച് ഡെഫിനിഷൻസ് നോക്കി, കുറച്ചെണ്ണം ഓർമ്മിക്കാം. കമ്പനി നോക്കി, ഹോൾഡിംഗ് കമ്പനി, സബ്സിഡിയറി കമ്പനി നോക്കി, അസോസിയേറ്റ് കമ്പനി നോക്കി, ഡയറക്ടർ നോക്കി, കീ മാനേജർ പേഴ്സൺ നോക്കി, MD നോക്കി, പിന്നെ ഏതൊക്കെ നോക്കിയാൽ. അപ്പോൾ ഇത്തരം എല്ലാ ഡെഫിനിഷനും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇതൊരു ബേസ് കിട്ടാൻ വേണ്ടി നല്ലതാണ്. ഇപ്പം തന്നെ നമുക്കൊരു ഐഡിയ ആയിക്കോട്ടെ, കമ്പനി ബോർഡുണ്ട് അല്ലേ, നമുക്കൊരു ഐഡിയ കിട്ടി. പ്രത്യേകിച്ച് ഹോൾഡിംഗ് സബ്സിഡറി കൺട്രോൾ സിസ്റ്റംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കമ്പനിയെ നേരെ എന്താണ് സീനിയർ മാനേജ്മെൻറ്റ് ടീം എന്ന് പറയുന്ന കീ മാനേജർ പേഴ്സൺസ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മൾ മെയിനായിട്ട് നോക്കിയ 2 ഡെഫിനിഷൻസ് ആണ്. നമ്മുടെ പ്രൊഫഷനിൽ ഏറ്റവും വളരെ ഇമ്പോർട്ടൻറ്റ് സംഭവമാണ് ബുക്സ് ഓഫ് അക്കൗണ്ട്സും അതുപോലെ തന്നെയാണ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബേസ് ഒന്ന് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. ബാക്കിയുള്ള ഡെഫിനിഷൻ ഒന്നും സാർ വിട്ടതല്ല, അതാത് ചാപ്റ്ററിൽ നമ്മൾ ഇൻട്രൊഡക്ഷനിൽ തന്നെ നമുക്കത് ഡിസ്കസ് ചെയ്ത് പോവാം. അപ്പോൾ മാരത്തോൺ ക്ലാസ് ഇഷ്ടപ്പെടുന്നു എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. സോ ദാറ്റ് ചാറ്റ് എന്ന് ഉദ്ദേശിച്ചിട്ട് കമൻറ്റിൽ ഇട്ടാൽ മതി. ഞാനത് അതിനനുസരിച്ചുള്ള മറുപടി ആ കമൻസിൽ തരാം. ഫ്രണ്ട്സിനടുത്തും ഈ വീഡിയോസൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ ദിവസവും കവർ ചെയ്ത് ക്രമേണ എൻ്റയർ സിലബസ് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ യൂട്യൂബിൽ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് സാവധാനമായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്ത് നല്ല രീതിയിൽ മനസ്സിലാക്കി പഠിക്കും. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ബിൽ സാർ വീണ്ടും വരാം. താങ്ക് യു.